എന്നാൽ ശിവേട്ടനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് ഷിക ചേച്ചി. കാര്യമറിയാതെ ഞങ്ങളെല്ലാം വിഷമിക്കുമ്പോഴാണ് ശിവേട്ടനൊരു കോള് വരുന്നത്. അറ്റൻഡ് ചെയ്തതും മറുതലക്കിൽ നിന്ന് നന്ദുവേട്ടൻ എന്തോ അപകടം പറ്റിയെന്ന വാർത്തയാണ് കേട്ടത്. വണ്ടി എടുക്ക് സച്ചി. ഫോണ് വെച്ചതും ഒരലർച്ചയായിരുന്നു ശിവേട്ടൻ. എന്താ ശിവേട്ട? നന്ദുവേട്ടന്. ഒന്നുമില്ല ഗൗരി, ഞങ്ങൾ പോയിട്ട് വരാം, നിങ്ങൾ ഷികയെ നോക്കിക്കോ. ഷിക ചേച്ചിയെ അടർത്തി മാറ്റി ശിവേട്ടനും സച്ചിയേട്ടനും പോകുമ്പോഴും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നിൽക്കുന്ന ഷിക ചേച്ചിയെ അടക്കാൻ പാടുപെടുകയായിരുന്നു ഞങ്ങൾ. ഒടുവിൽ റൂമിൽ കൊണ്ടുവന്ന് ചേച്ചിയുടെ മെഡിസിൻസ് നോക്കി സൗഭാഗ്യ തന്നെ ഒരു ഇഞ്ചക്ഷൻ നൽകി. അതിന്റെ മയക്കത്തിലേക്ക് പോകുന്ന ചേച്ചിയെ നോക്കി അടുത്തു തന്നെ ഞങ്ങളിരുന്നു. നന്ദുവേട്ടന് ഒരാപത്തും വരുത്തരുന്ന് മനമൊരുകി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ശിവേട്ടനും സച്ചിയേട്ടനും പെട്ടെന്ന് എങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചു വന്ന അമ്മയെ നിഖിലയാണ് എന്തോ കള്ളം പറഞ്ഞ് മുറിയിലേക്ക് വിട്ടത്. ഒരമ്മ അനുഭവിക്കാവുന്നതിൻ്റെ അപ്പുറം ആ പാവം അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും അത് ആവർത്തിച്ചാൽ അത് താങ്ങാനുള്ള ശക്തി ഞങ്ങൾക്ക് ആർക്കുമില്ല. പലതവണ ശിവേട്ടനെയും സച്ചിയേട്ടനെയും മാറി മാറി വിളിച്ചിട്ടും അവർ ഫോൺ എടുക്കാതെയായപ്പോൾ പേടി കൂടി. പൂജാമുറിയിൽ കയറി കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് കാറ് വന്ന് നിൽക്കുന്നത് അറിയുന്നത്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ശിവേട്ടനെയും സച്ചിയേട്ടനെയും കൂടെ കയറി വരുന്ന നന്ദുവേട്ടനെ കണ്ടു. കൈമുട്ടിന് താഴെയായിട്ടൊരു കെട്ട്, പിന്നെ തലയിലുമുണ്ട് തുന്നിക്കെട്ട്. ഇങ്ങനെ ഓടല്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ? ശാസനയോട് നന്ദുവേട്ടൻ അത് പറയുമ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു. ഏട്ടൻ്റെ മുറിവുകളിലൂടെ വിരലോടിക്കുമ്പോൾ വേദന കൊണ്ട് ഏട്ടനൊന്ന് പിടഞ്ഞു. അവിടെ കിടന്നിട്ട് നാളെ ഡിസ്ചാർജ് ആയാൽ മതിയെന്നാ ഡോക്ടർ പറഞ്ഞതല്ലേ നന്ദു? എനിക്കതിന് മാത്രം കുഴപ്പമൊന്നുമില്ലടാ. ഇതൊക്കെ ഞങ്ങൾ പോലീസുകാർക്ക് പതിവാ. എന്താ ഏട്ട പറ്റിയത്? ആ ദീപക്കിൻ്റെ ആരെങ്കിലും ആണോ? ദീപക്കൊന്നും ഇനി അനങ്ങില്ല ഗൗരി, ഇത് തികച്ചും ഒഫീഷ്യലാണ്. ഞാൻ പൊക്കിയ ആ ഡ്രഗ് മാഫിയ ഇല്ലേ, അതിൻ്റെ ആളുകൾ ചെറുതായൊന്ന് സൽക്കരിക്കാൻ നോക്കിയതാ. ഇവൻ പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവന്മാർക്കുള്ളത് ഞാൻ കൊടുത്തേനെ. ജിത്തു വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളും. നീ ഇടപെട്ടാൽ അത് എൻ്റെ ജോലിയെ ബാധിക്കും. ഏട്ടൻ വാ, വന്ന് റെസ്റ്റ് എടുക്ക്. ഷിക മുകളിലുണ്ട്, മയക്കത്തിലാണ്. ഞങ്ങളെ ഒന്ന് നോക്കി നന്ദുവേട്ടൻ ഷിക ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് സൗഭാഗ്യവും നിഖിലയും ഏട്ടനെ കാണുന്നത്. പിന്നെ സൗഭാഗ്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് അവളൊന്ന് സമാധാനപ്പെട്ടത്. ഇരു കൈകൾക്കു മുകളിലും മുഖം ചേർത്ത് ചെരിഞ്ഞു കിടക്കുന്ന ഷിക ചേച്ചിയെ വാത്സല്യപൂർവ്വം നന്ദുവേട്ടൻ നോക്കി നിന്നു. നിങ്ങൾ ആരെങ്കിലും ഷിക ചേച്ചിയുടെ മാറ്റം ശ്രദ്ധിച്ചായിരുന്നോ? സൗഭാഗ്യയുടെ ചോദ്യത്തിന് നന്ദുവേട്ടൻ സംശയത്തോടെ എല്ലാവരെയും നോക്കി. നല്ല രീതിയിലിരുന്ന ചേച്ചി പെട്ടെന്ന് പേടിച്ചു വയലൻ്റായ കാര്യം ഞങ്ങൾ പറഞ്ഞപ്പോൾ നന്ദുവേട്ടൻ കണ്ണുകൾ ഇറുക്കി അടച്ച് ചേച്ചിയുടെ മുഖത്തേക്ക് സ്വന്തം മുഖം ചേർത്ത് വെച്ചിരുന്നു. സങ്കടപ്പണം വരട്ടെ അനന്തേട്ടാ, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഏട്ടനവിടെ അപകടം പറ്റിയ അതേ സമയത്തല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ച് ഷിക ചേച്ചിയുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് മാറ്റം വന്നത്. അതുകൊണ്ട് നീ എന്താ പറഞ്ഞു വരുന്നത്? അതേ ശിവേട്ട, തനിക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് എന്തോ സംഭവിച്ചു എന്നൊരു പേടിയായിരുന്നു ചേച്ചിക്ക്. ഏട്ടനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴും ചേച്ചിയുടെ ഉള്ളിൽ ആ ചിന്തയായിരുന്നു. ചുരുക്കി പറഞ്ഞ അദൃശ്യമായ ഒരു കണക്ഷൻ ഇവർക്കിടയിലുണ്ട്. അനന്തേട്ടൻ മരിച്ചെന്ന വാർത്തയിൽ താളം തെറ്റിയ മനസ്സിൽ ഇപ്പോഴും അനന്തേട്ടൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് തിരിച്ചറിയാൻ ചേച്ചിക്ക് കഴിയുന്നില്ലെന്ന് മാത്രം. ചിന്തിച്ചപ്പോൾ സൗഭാഗ്യ പറഞ്ഞു തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പ്രതീക്ഷയോടെ ഞങ്ങളെ നോക്കുന്ന നന്ദുവേട്ടനെ സച്ചിയേട്ടനും ശിവേട്ടനും കൂടി ചേർത്ത് പിടിച്ചു. നീ നോക്കിക്കോ നനന്ദു, അധികം വൈകാതെ തന്നെ ആ പഴയ കുസൃതിയുമായി ഇവൾ നമുക്കിടയിൽ ഉണ്ടാകും. ഷിക ചേച്ചിയുടെ നെറ്റിയിൽ അമർത്തി ചുംബിക്കുമ്പോൾ നന്ദുവേട്ടന്റെ കണ്ണുനീരിന് ആ നെറ്റിത്തടം നനയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നന്ദുവേട്ടന് വിവേകിന്റെ കോള് വരുന്നത്. ക്ലാസ് തുടങ്ങിയതുകൊണ്ട് അവന് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നു. ചേച്ചിയുടെ അവസ്ഥ പറഞ്ഞപ്പോൾ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. പഴയ കുഞ്ഞേച്ചിയായിട്ട് ഇനി കണ്ടാൽ മതിയെന്നും പറഞ്ഞ് ആൾ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും ഇടയ്ക്കിങ്ങനെ വിളിച്ച് ചേച്ചിയുടെ വിശേഷങ്ങൾ അന്വേഷിക്കും. 3 മാസം വളരെ പെട്ടെന്നാണ് കടന്നുപോയത്. ഓരോ ദിവസം കഴിയുമ്പോഴും ഷിക ചേച്ചിയിൽ നല്ല വ്യത്യാസം കാണാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരുമായി ചേച്ചി കൂട്ടായിട്ടുണ്ട്. ഡോക്ടറുടെ വാക്കുകൾ ഓർത്തായിരിക്കും നന്ദുവേട്ടൻ ചേച്ചി ഉറങ്ങുമ്പോൾ മാത്രമേ അടുത്തേക്ക് പോകാറുള്ളൂ. പിന്നെ ഉണരുന്നത് വരെ മുടിയിൽ തഴുകിയിരിക്കും. ചേച്ചി ഏറ്റവും അടുപ്പം സച്ചിയേട്ടനോടാണ്. ആളിടയ്ക്ക് വന്ന് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പിച്ചുമാന്തുമൊക്കെ വാങ്ങും. എന്നാലും പിൻവാങ്ങാതെ കൂട്ടാകാൻ ചെല്ലും. ചേച്ചിക്കും അതൊരു രസമായി തോന്നി. എങ്കിലും ചില വാശികൾക്ക് ശിവേട്ടൻ തന്നെ വേണം. ഏട്ടനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഉണർവാണ് ചേച്ചിക്ക്. പിന്നെ ഏട്ടനെ അങ്ങോട്ടും വിടാതെ കെട്ടിപ്പിടിച്ചിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ എന്നോടൊപ്പമുള്ള ശിവേട്ടൻ്റെ നിമിഷങ്ങൾ വളരെ വിരളമാണ്. അതിൻ്റെ ഒരു കുഞ്ഞു നോവ് ഉള്ളിലുണ്ടെങ്കിലും അത് പറഞ്ഞ് ഏട്ടനെ കൂടുതൽ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പരിഭവങ്ങളൊക്കെ വീർത്തു വരുന്ന വയറിൽ തഴുകി പറയും. അപ്പോൾ അകത്തുള്ള ആള് ചെറിയ അനക്കങ്ങളിലൂടെ എന്നെ സമാധാനിപ്പിക്കും. ഞങ്ങളുടേത് മാത്രമായി കുഞ്ഞു ലോകത്ത് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി.
ഇന്നാണ് ശ്രേയ ചേച്ചിയുടെ ഡെലിവറി. മുത്തശ്ശിയും സിദ്ധുവേട്ടനും ഹോസ്പിറ്റലിലുണ്ട്. ശിവേട്ടന് അർജന്റ് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞേ ഹോസ്പിറ്റൽ പോകൂ. അമ്പൂട്ടി ഞങ്ങളുടെ കൂടെ വീട്ടിൽ തന്നെയുണ്ട്. എൻ്റെ വയറിൽ തൊട്ടും തലോടിയും അവൾ നൂറ് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ശ്രേയ ചേച്ചി ഉറക്കി നന്ദുവേട്ടൻ്റെ അമ്മ വന്നപ്പോൾ സംശയങ്ങളൊക്കെ അമ്മയോടെയായി. അവളുടെ സംസാരത്തിൽ ലയിച്ചിരിക്കുമ്പോഴാണ് ശ്രേയ ചേച്ചി പ്രസവിച്ചെന്ന് ശിവേട്ടൻ വിളിച്ചു പറയുന്നത്. പെൺകുഞ്ഞാണ്. ശിവേട്ടൻ ഇടയ്ക്ക് വന്ന് അമ്പൂട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിനെ എനിക്ക് കാണണമെന്ന് ഞാൻ പറഞ്ഞു. വീട്ടിൽ വരുമ്പോൾ കണ്ടാൽ മതി എന്ന മറുപടിയിൽ മുഖം വെറുപ്പിച്ചപ്പോൾ കള്ളച്ചിരിയോടത് കാര്യമാക്കാതെ ഏട്ടൻ പോയി. രാത്രിയിൽ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് കയ്യിൽ നഖം താഴ്ത്തി. കുഞ്ഞിനെ കാണിക്കാത്തതിലുള്ള പരിഭവം ഞാൻ അറിയിച്ചു. വേദനിച്ചിട്ടു പെണ്ണെ. വേദനിക്കാൻ തന്നെയാ ചെയ്തേ. കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നെ കാണിച്ചില്ലല്ലോ. കുഞ്ഞിനെ കാണിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. 2 ദിവസം കഴിയുമ്പോൾ അവരിങ്ങ് വരും. അല്ലാതെ വയ്യാതിരിക്കുന്ന നീ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യവുമില്ല. എനിക്ക് എന്ത് വയ്യായികയോ? ദേ നിങ്ങളുടെ കൊച്ചിനാ അതിൻ്റെ ചേച്ചിയെ കാണാൻ വാശി. ആണോടാ ചക്കരെ? എൻ്റെ വയറിൽ ആ ചുണ്ടിൻ്റെ നനവ് പതിഞ്ഞതോടെ എല്ലാ പരിഭവവും അലിഞ്ഞു പോയതുപോലെ. നിന്റെ അമ്മയ്ക്ക് കുറച്ചൊന്ന് നടക്കുമ്പോൾ തന്നെ നടുവേദന, കാലുവേദന തുടങ്ങിയ പ്രശ്നങ്ങളാണ്. പോരാത്തതിന് ഛർദിയും തലചുറ്റലും. ഇതൊക്കെ വെച്ചുകൊണ്ട് അത്രയും ദൂരം ഞാൻ എങ്ങനെ കൊണ്ടുപോകും? അച്ഛൻ്റെ സ്നേഹം കൊണ്ടല്ലേ എതിർത്തത്. അതിന് ഈ അമ്മ ചെയ്തത് കണ്ടോ? അപ്പോഴാണ് എൻ്റെ നഖത്തിൻ്റെ പാടിൽ നിന്നും രക്തം പൊടിയുന്നത് കണ്ടത്. ആ കൈ ചുണ്ടോട് ചേർത്ത് രക്തം മുപ്പിയെടുത്തപ്പോൾ ശിവേട്ടൻ കണ്ണിറുക്കി കാണിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഏട്ടൻ തന്നെ നെയിൽ കട്ടർ എടുത്തുകൊണ്ടുവന്ന് എൻ്റെ നഖമെല്ലാം വെട്ടിക്കളഞ്ഞു. അമ്പൂട്ടിയുടെ അതേ ചായയാണ് അമ്മൂട്ടിക്കും. പകൽ മുഴുവൻ ഉറക്കമാണ് കക്ഷി. എന്നിട്ട് രാത്രിയാകുമ്പോൾ കരച്ചിലും. വാവ കാരണം ഉറങ്ങാൻ പറ്റില്ലെന്നാണ് അമ്പൂട്ടിയുടെ പരാതി. മുത്തശ്ശിയുടെ നേതൃത്വത്തിൽ പ്രസവരക്ഷ തകൃതിയായി നടക്കുന്നുണ്ട്. ഇടയ്ക്ക് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഗിരിയേട്ടനും കുഞ്ഞിനെ കാണാൻ വന്നിരുന്നു. അപ്പോഴാണ് എൻ്റെ 7ാം മാസത്തിലെ ചടങ്ങിനെ പറ്റി സൂചിപ്പിക്കുന്നത്. ചടങ്ങ് കഴിഞ്ഞ് ഞാൻ തിരികെ വരുമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിന് 3 മാസമാകാതെ വിടില്ലെന്ന് ഗിരിയേട്ടനും കട്ടായം പറഞ്ഞു. സങ്കടത്തോടെ ശിവേട്ടനെ നോക്കിയപ്പോൾ ഏട്ടൻ എൻ്റെ കൂടെ വന്ന് നിൽക്കാമെന്ന് വാക്ക് തന്നു. ചിരിയോടെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഗിരിയേട്ടൻ്റെ നോട്ടം ശിവചേച്ചിയിൽ പതിഞ്ഞപ്പോൾ ഞാൻ മാത്രം കേൾക്കാൻ പാകത്തിന് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു. ശിവ കൂടെ വേണമെന്ന് നിന്റെ അവകാശം അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഏട്ടന് പേടിയാ മോളെ. ഷിയയ്ക്ക് നിന്റെ അവസ്ഥയെക്കുറിച്ചൊന്നും അറിയില്ല. അവൾ ശ്രദ്ധിക്കാതെ അടിക്കുകയോ മറ്റോ ചെയ്താൽ. ഷികച്ചേച്ചി ഇപ്പോൾ എല്ലാവരോടും കൂട്ടായിട്ടാ. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. അറിയാം. എന്നാലും ഏട്ടൻ്റെ ഒരു പേടി. അത് മോള് മനസ്സിലാക്കണം. ഏട്ടനെന്നും എനിക്ക് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് എതിർക്കാൻ എനിക്ക് തോന്നിയില്ല. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരുന്നു. അമ്പൂട്ടി ഇപ്പോൾ ഏത് സമയവും അമ്മൂട്ടിയുടെ അടുത്താണ്. അവളുടെ കുഞ്ഞു വിരലുകൾ പിടിച്ചും പഞ്ഞു പോലത്തെ കവിളിൽ മുത്തിയും തക്കം കിട്ടിയാൽ ആരും കാണാതെ ഒരു നുള്ളു കൊടുത്തും അതുവഴി ശ്രേയ ചേച്ചിയുടെ കൈയുടെ ചൂടറിഞ്ഞുമൊക്കെ അവൾ ആ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. എനിക്കാണെങ്കിൽ ഫൈനൽ ഇയർ ക്ലാസ് തുടങ്ങി. ഫസ്റ്റ് ഇയർ എക്സാംസിന് ശിവേട്ടനും നന്ദുവേട്ടനും കൂടിയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിരുന്നു. ഇനി പ്രസവം കുഞ്ഞിനെ നോക്കലുമൊക്കെ ആയിട്ട് പഠിത്ത ഉഴപ്പുമെന്ന് അറിയാവുന്നത് കൊണ്ട് ശിവേട്ടൻ നിഹിലയുടെ നോട്ട്സൊക്കെ സച്ചിയേട്ടൻ വഴി എത്തിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ എക്സാം എടുക്കുമ്പോൾ ഏട്ടന്മാർക്ക് പറഞ്ഞു തരാൻ എളുപ്പമായിരിക്കുമെന്ന്. അങ്ങനെ റൂമിലിരുന്ന് നോട്ട്സൊക്കെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിലിൽ ഒരാളനക്കം കേൾക്കുന്നത്. നോക്കുമ്പോൾ ഷികച്ചേച്ചി. ചിരിയോടകത്തേക്ക് വിളിച്ചപ്പോൾ ആള് പതുക്കെ എൻ്റെ അടുത്ത് വന്നു നിന്നു. എന്താ ചേച്ചി? അമ്മ. നന്ദുവേട്ടൻ്റെ അമ്മയെന്ന ഷികച്ചേച്ചിക്ക് ഇപ്പോൾ ജീവനാണ്. അതുപോലെയാണ് അമ്മ ചേച്ചിയെ നോക്കുന്നത്. അമ്മ കുളിക്കുവാണെന്ന് തോന്നുന്നു. എന്തു പറ്റി? എൻ്റെ കൂടെ ഒന്ന് വരുവോ? എന്നോടായി അവൾ ചോദിച്ചു. എങ്ങോട്ട്? താഴെ. താഴെ എന്താ? വാവയെ കാണണോ? നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ എന്നെ നോക്കുന്ന ചേച്ചിയെ വിഷമിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല. നോട്ട്സൊക്കെ മാറ്റിവെച്ച് മെല്ലെ വയറ് താങ്ങി ഞാൻ എഴുന്നേറ്റു. അത് കണ്ട സന്തോഷത്തിൽ എൻ്റെ കയ്യിൽ പിടിച്ച ചേച്ചി വേഗത്തിൽ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് ഓടി. അയ്യോ ഓടല്ലേ ചേച്ചി, എനിക്ക് വയ്യ. ഒരുവിധം ചേച്ചിയുടെ കൈ വെടിവെച്ചുകൊണ്ട് ഞാനത് പറയുമ്പോഴേക്കും ഞാൻ അണച്ചിരുന്നു. എന്തോ ഓടിയാല്? വാവയ്ക്ക് വേദനിക്കും. വാവയ്ക്ക് വേദനിക്കില്ല, പെട്ടെന്ന് വാ. അത് പറഞ്ഞതും ചേച്ചി എന്നെ പിടിച്ചു വലിച്ച് സ്റ്റെപ്പ് ഇറങ്ങി. 2 സ്റ്റെപ്പ് ഇറങ്ങിയതും നിലതെറ്റി ഞാൻ താഴെ വീണിരുന്നു. ഓരോ സ്റ്റെപ്പിലും വയറിടിച്ച് താഴേക്ക് പതിച്ചപ്പോഴേക്കും ഞാൻ അലറിക്കരഞ്ഞിരുന്നു. ശബ്ദം കേട്ട് മുത്തശ്ശിയും സിദ്ധുവേട്ടനും ഓടി വന്നു. വയറിൽ ചുറ്റിപ്പിടിച്ച് വേദന കൊണ്ട് കരയുന്ന എന്നെ പേടിച്ചിരണ്ട മുഖത്തോടെ ചേർത്ത് പിടിക്കുമ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ചെവിയിലൂടെ പ്രകമ്പനം കൊള്ളിക്കുന്നത് ഒരു പിടച്ചിലോടെ ഞാൻ കേട്ടു. ഗൗരി മോളെ, കണ്ണൊന്ന് തുറക്കടാ.
ഇടർച്ചയോടെയുള്ള ശിവേട്ടന്റെ വിളി കേട്ടാണ് ഞാൻ ഉണരുന്നത്. കണ്ണു തുറന്നപ്പോൾ തന്നെ കണ്ടത് പരിഭ്രമത്തോടെ നിൽക്കുന്ന ശിവേട്ടന്റെ മുഖമാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ കൈ വയറിലേക്ക് നീങ്ങി. അവിടെ വേർത്ത് തന്നെ ഇരിക്കുന്നത് കണ്ടിട്ടും എൻ്റെ പേടി മാറിയില്ല. എൻ്റെ കുഞ്ഞ് ശിവേട്ടാ. ഒന്നുമില്ലടാ, നീ പേടിക്കാതെ. അല്ലേട്ടാ, ഞാൻ കേട്ടതാ എൻ്റെ കുഞ്ഞ് കരയുന്നേ. ഏട്ടാ, നമ്മുടെ കുഞ്ഞിന്. അത് നിനക്ക് തോന്നിയതാ മോളെ. നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റിയില്ല. നമ്മളെ വിട്ട് വാവ എങ്ങും പോവില്ല. സത്യം പറയട്ടാ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ? നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ എന്തിനാ മോളെ കള്ളം പറയുന്നേ? ഡോക്ടർ സ്കാൻ ചെയ്തിട്ടാണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ലെന്ന്. വാവയ്ക്ക് വേദനിച്ചേട്ടാ. ആ വേദനയല്ലേ ഞാൻ അനുഭവിച്ചത്. മറുപടി പറയാതെ എൻ്റെ വയറിൽ കൈ ചുറ്റിക്കൊണ്ട് കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് ചുണ്ടിനാൽ ഒപ്പിയെടുത്ത് ഇരു കണ്ണുകളും ഏട്ടൻ മാറി മാറി ചുംബിച്ചു. അപ്പോഴും നിശബ്ദമായി ശിവേട്ടൻ കരയുന്നത് ഞാൻ അറിയുന്നുണ്ട്. നെഞ്ചിലേക്ക് എൻ്റെ മുഖം എടുത്തു വെച്ച് നെറുകയിൽ ചുണ്ട് ചേർത്തിരിക്കുമ്പോഴാണ് വാതിൽ ചാരി നിൽക്കുന്ന നന്ദുവേട്ടനെയും സച്ചിയേട്ടനെയും കാണുന്നത്. വേദന കടിച്ചമർത്തിയുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ നെഞ്ചൊന്ന് വിങ്ങി. വാടിയ ചിരിയോടെ അവർ എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ശിവേട്ടൻ എൻ്റെ അടുത്ത് കട്ടിലേക്ക് ഇരുന്നു. ഇവൻ്റെ അല്ല വിത്ത്, അതുകൊണ്ട് ഈ വീഴ്ചയൊന്നും ഞങ്ങൾ ചക്കനൊരു വിഷയവുമല്ല. അല്ലേടാ ശിവ? കളിയോടെ എൻ്റെ വയറിലൊന്ന് തഴുകി ശിവേട്ടൻ്റെ തോളിൽ കൈ ചേർത്ത് സച്ചിയേട്ടൻ അത് പറയുമ്പോഴും നിറഞ്ഞു വന്ന കണ്ണുനീർ മറയ്ക്കാൻ പാടുപെടുകയായിരുന്നു സച്ചിയേട്ടൻ. അപ്പോഴും മൗനത്തെ കൂട്ടുപിടിച്ച് കൈകെട്ടി നിൽക്കുവാണ് നന്ദുവേട്ടൻ. നന്ദുവേട്ടാ. മെല്ലെ എൻ്റെ അടുത്തേക്ക് വന്ന ഏട്ടൻ തലയിലൊന്ന് തഴുകി നെറ്റിയിൽ നേർത്ത് ചുംബനം നൽകി. എൻ്റെ മോള് പേടിക്കണ്ടാട്ടോ, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. ഷിക ചേച്ചി. ചെറുതായി ഒന്ന് മൂളിക്കൊണ്ട് അടുത്തുള്ള കസേരയിൽ നന്ദുവേട്ടൻ ഇരുന്നു. പാവം, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇപ്പോൾ എല്ലാവരും ചേച്ചിയെ വഴക്ക് പറയുമായിരിക്കും. ഇനി ആരും അവളെ ഒന്നും പറയില്ല പെങ്ങളെ. അതിനുകൂടി ചേർത്തല്ലേ ഇവൻ കൊടുത്തത്. നന്ദുവേട്ടനെ ചൂണ്ടി അല്പം ദേഷ്യത്തോടെ സച്ചിയേട്ടൻ അത് പറയുമ്പോഴും കാര്യം മനസ്സിലാകാതെ ഞാൻ ശിവേട്ടനെ ഒന്ന് നോക്കി. അവനെ നോക്കിയിട്ട് കാര്യമില്ല, എല്ലാം നേരിട്ട് കണ്ടത് ഞാനല്ലേ. എന്ത് സച്ചിയേട്ടാ, എനിക്കൊന്നും മനസ്സിലായില്ല. സിദ്ധുവേട്ടന് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വരുന്ന വഴിയിൽ തന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും നിന്നെ സ്കാനിങ് കയറ്റി. അപ്പോഴാണ് നീ വീണതാണെന്നും ഷികയാണ് കാരണക്കാരിയെന്നും ഏട്ടൻ പറഞ്ഞത്. നിനക്ക് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അനന്തു എന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. എന്നിട്ടെന്താ, ഇവൻ്റെ അമ്മയുടെ മടിയിൽ പിടിച്ചു കിടന്ന ഷികയെ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് ഇവൻ ശരിക്കടിച്ചു. പിടിച്ചു മാറ്റാൻ ചെന്ന എനിക്കും കിട്ടിയ ഒരെണ്ണം. അല്ലെങ്കിലും കലി കയറിയാൽ പണ്ടേ ഇവന് പ്രാന്താണല്ലോ. എന്തൊക്കെയാ നന്ദുവേട്ടയെ കേൾക്കുന്നത്? ചേച്ചിയുടെ അവസ്ഥ നന്നായിട്ട് അറിയുമെന്ന് ഏട്ടൻ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ ഗൗരി ചെയ്യേണ്ടത്? അറിയാം അവൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന്. ഒന്നും ചിന്തിക്കാനുള്ള ബുദ്ധി അവൾക്കിപ്പോൾ ഇല്ലെന്നും. പക്ഷേ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. നീ അനുഭവിച്ച വേദന ഓർത്തപ്പോൾ, അതറിഞ്ഞപ്പോൾ മുതലുള്ള എൻ്റെ ജിത്തുവിൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ പറ്റിപ്പോയി. അത്രയും പറഞ്ഞപ്പോഴേക്കും നന്ദുവേട്ടനാകെ തളർന്നു. പിന്നെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശിവേട്ട, ഏട്ടനൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? ഷികയെ ന്യായീകരിക്കാനോ കുറ്റപ്പെടുത്താനോ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. പക്ഷെ ഇന്ന് നിനക്കോ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നീടുള്ള എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. ശിവേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തുമാത്രം എൻ്റെ ഏട്ടൻ പേടിച്ചിട്ടുണ്ടെന്ന്. ശിവേട്ട, ഗിരിയേട്ടൻ പറഞ്ഞിട്ടില്ല. അവനോട് പറയാനുള്ള ധൈര്യം ആർക്കും ഇല്ല. പറയണ്ട ഏട്ടാ. ഗിരിയേട്ടൻ അറിഞ്ഞ മുന്നും പിന്നും ചിന്തിക്കാതെ എന്തെങ്കിലും ചെയ്യും. നിന്റെ വീട്ടിൽ പറയണ്ടെന്ന് അച്ചമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോകാം ഏട്ടാ. വൈകുന്നേരം വരെ ഇവിടെ കിടക്കാൻ ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് പോകാം. സച്ചേട്ടാ, നന്ദുവേട്ടനെ പോയി വിളിച്ചോണ്ട് വാ. അവൻ അവിടെ ഇരിക്കട്ടെ പെങ്ങളെ. ഷികയെ അടിച്ചതിൻ്റെ സങ്കടമാണിപ്പോൾ അവനുള്ളത്. അത് മാറട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഗൗരി, ഷികയുടെ അടുത്തേക്ക് അധികം പോകരുതെന്ന്. ഷിക ചേച്ചിക്ക് അമ്മൂട്ടിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് കുഴപ്പമൊന്നും സംഭവിക്കാഞ്ഞതെന്നാ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ ഗൗരി, പ്ലീസ്. വേണ്ടേട്ടാ, ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയല്ലേ. അതുവരെ പ്ലീസ് ഏട്ടാ.